KCAയിലെ കോച്ചായിരുന്ന ഈ ക്രിക്കറ്റ് പരിശീലകനായ മനുവിൻ്റെ മൂന്നാമത്തെ കേസിൽ ഇന്ന് 48 കൊല്ലം കഠിന തടവും 80,000 രൂപയോളം പിഴയും വിധിക്കുകയുണ്ടായി. ഈ വിധി വന്നിട്ട് ഇത് മൂന്നാമത്തെ കേസിലാണ് വിധി വരുന്നത്. നാലാമത്തെ കേസിലും കുറ്റക്കാരനായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ വിധി തിങ്കളാഴ്ച വരും. അപ്പോൾ ഈ വിധി വന്നിട്ട് ഈ കുട്ടിയാണ് ആദ്യമായിട്ട് പരാതിപ്പെടുന്നത്. ഈ 5 കൊല്ലത്തിന് ശേഷം പ്രതിയെ ഒരു പിങ്ക് ടൂർണമെൻറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഈ കുട്ടി പേടിക്കുകയും കുട്ടി ബോധക്ഷയമായി വീഴുകയും ചെയ്തു. അപ്പോൾ തൊട്ടടുത്തിരിക്കുന്നവർ എന്താണ് സംഭവം എന്ന് ചോദിച്ചതിനെ തുടർന്നാണ് ഈ കുട്ടി പരാതിയുമായി മുന്നോട്ട് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ഈ കുട്ടിയുടെ കേസെടുത്തതിന് ശേഷമാണ് മറ്റ് കേസുകളെല്ലാം വന്നത്. ബാക്കിയുള്ള 5 കേസുകൾ വന്നത് ഈ കേസിൻ്റെ കുട്ടിയുടെ പരാതിയെ തുടർന്നാണ് മറ്റുള്ളവർക്ക് കേസ് കൊടുക്കാനുള്ള ഒരു കറേജ് ഉണ്ടാവുകയും അവർ കേസ് കൊടുക്കുകയും ചെയ്തത്. ഈ വിധിയിലൊരു പ്രത്യേകതയുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ 2 കേസുള്ള ശിക്ഷാവിധി ഉണ്ടായി. അതിൻ്റെ കാലശേഷം മാത്രമേ മൂന്നാമത്തെ കേസിൻ്റെ വിധി നടപ്പാവുള്ളൂ. വെച്ചാൽ ഈ 2 കേസിലെയും കിടന്ന കാലാവധിക്ക് ശേഷമാണ് ഈ കേസിൻ്റെ വിധി നടപ്പാവുകയുള്ളൂ. അതാണ് ഈ കേസിൽ പ്രത്യേകതയായിട്ട് എടുത്ത് പറയാനുള്ളത്. അത് ജഡ്ജി ശ്രീമതി അഞ്ജു മീര ബിർള വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രൊട്ടക്ടർ ആയതിൻ്റെ ഒരാൾ പ്രിഡേറ്റർ ആയതിൻ്റെ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മൾ കാണുന്നത്. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അത് യാതൊരു ലീനിയൻസിയും പ്രതി അർഹിക്കുന്നില്ല എന്നാണ് വിധിന്യായത്തിൽ പറയുന്നത്.